അധികമായിട്ട് പ്രോസസ്ഡ് ചെയ്ത ഭക്ഷണങ്ങളോ ഫാസ്റ്റ് ഫുഡൊക്കെ കഴിക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല, എങ്കിലും ഇതൊരു കാരണമാണ് മലാശയ ക്യാൻസർ ഉണ്ടാവാൻ. ഒരു പ്രായം കഴിഞ്ഞ് ഇന്ന് ഒരുപാട് പേരിലും ഇന്ന് കോളൻ ക്യാൻസർ കാണുന്നുണ്ട്. നമുക്ക് എന്തൊക്കെയാണ് പ്രധാന കാരണങ്ങളെന്നും എന്തൊക്കെയാണ് ലക്ഷണങ്ങളെന്നും ഈ വീഡിയോയിലൂടെ നോക്കാം. ഞാൻ ഡോക്ടർ പ്രിയ, Q&B ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ്. അപ്പോൾ കോളൻ ക്യാൻസറിലേക്ക് കിടക്കുന്നതിന് മുൻപ് നമുക്ക് കോളനെ കുറിച്ച് നോക്കാം, അല്ലെങ്കിൽ വൻകുടലിനെ കുറിച്ച് നോക്കാം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ അന്നനാളം വഴി ആമാശയത്തിലെത്തുന്നു, ചെറുകുടലിലെത്തുന്നു, വൻകുടലിലെത്തുന്നു. വൻകുടൽ എന്ന് പറയുമ്പോൾ കോളൻ, സീക്കം, റെക്റ്റമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് സൈഡിലായിട്ടും പറയുന്നുണ്ട്, റൈറ്റും ഉണ്ട് ലെഫ്റ്റും ഉണ്ട്. അപ്പോൾ ക്യാൻസറിൻ്റെ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ കൂടുതലും ലെഫ്റ്റിനെയാണ് ബാധിക്കുക, അതുപോലെ തന്നെ റെക്റ്റത്തിനെയാണ് കൂടുതലായിട്ടും ഈ ഒരു കോളൻ ക്യാൻസർ ബാധിക്കുക. അപ്പോൾ ഈ ഒരു കോളൻ ക്യാൻസർ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ, ഇപ്പോൾ നമ്മൾ ക്യാൻസറിൽ മരണനിരക്ക് നോക്കുകയാണെങ്കിൽ രണ്ടാമത്തെ സ്ഥാനം ഈ ഒരു കോളൻ ക്യാൻസറിനാണ്. അപ്പോൾ ഇതിനൊരു പ്രധാന കാരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കുടൽ എന്ന് പറയുന്നത് ആ ഒരു ഓർഗൻ തന്നെ 4 ലെയറിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. നമ്മളൊരു PVC പൈപ്പ് എടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ കുടൽ തന്നെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണവുമായിട്ട് ടച്ച് വരുന്ന ഒരു ഏരിയയാണ് മ്യൂക്കോസൽ ലെയർ. അപ്പോൾ അതിന് തൊട്ട് മുകളിൽ സപ്പോർട്ട് ചെയ്യുന്ന സബ് മ്യൂക്കോസൽ ലെയർ. ആ സബ് മ്യൂക്കോസയുടെ തൊട്ട് മുകളിൽ ഒരു മസിലിൻ്റെ ലെയർ ഉണ്ട്, മസ്കുലാരിസ്. അതിനെ കവർ ചെയ്തിട്ട് ഒരു സിറോസൽ ലെയർ. അങ്ങനെ മൊത്തം 4 ലെയർ. അപ്പോൾ ഈ മ്യൂക്കോസൽ ലെയറിൽ എന്തെങ്കിലും ഒരു മ്യൂട്ടേഷൻ ഉണ്ടാവുകയും മ്യൂട്ടേഷൻ ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ കോശങ്ങൾ പെരുകുകയാണ്. അതാണ് നമുക്കൊരു വളർച്ചയായിട്ട് ഒരു ലംബായിട്ട് മാറുന്നത്. ചിലപ്പോൾ തുടക്കത്തിൽ ഒരു പോളിപ്പായിട്ടായിരിക്കും പ്രസൻറ്റ് ചെയ്യുക. പോളിപ്പ് വീണ്ടും ഒരു 10 വർഷമൊക്കെ കഴിയുമ്പോഴാണ് ഒരു ക്യാൻസറായിട്ട് മാറുക. അപ്പോൾ ക്യാൻസറായി മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മറ്റ് ലിംഫ് നോഡ് അല്ലെങ്കിൽ കഴലകളെ ബാധിക്കുകയും അത് നമ്മുടെ സ്പ്രെഡ് ചെയ്ത് മറ്റ് അവയവങ്ങളിലേക്ക് ബാധിക്കാം. അപ്പോൾ നമുക്ക് അറിയാം, എല്ലാ ക്യാൻസറിൻ്റെയും ഏറ്റവും വലിയൊരു മുദ്രാവാക്യം എന്ന് പറയുന്നത് ഏർലി ഡിറ്റക്ഷനാണ് ക്യൂറിന് തുല്യം എന്ന് പറയും. അതായത് ക്യാൻസർ നമ്മൾ തുടക്കത്തിലേ തിരിച്ചറിയുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് ആദ്യം തന്നെ നോക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക രോഗങ്ങളും അല്ലെങ്കിൽ മിക്ക ക്യാൻസർ രോഗങ്ങളും ആദ്യമൊന്നും വലിയ ലക്ഷണങ്ങൾ കാണിക്കാറില്ല. ചിലപ്പോൾ ചെറിയ ലക്ഷണങ്ങൾ കാണിച്ചാലും നമ്മൾ വേണ്ടത്ര രീതിയിൽ അതിനെ ഗൗനിക്കാറില്ല. അപ്പോൾ ലക്ഷണങ്ങളിലേക്ക് കിടക്കുമ്പോൾ ഏറ്റവും ആദ്യം തന്നെ ആൾക്കാർ പറയുന്നത്, എനിക്ക് വയറുവേദന കാരണമില്ലാതെ വയറുവേദനയായിട്ട് പ്രസൻറ്റ് ചെയ്യാം. ചില ആൾക്കാർക്ക് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടായിരിക്കും. ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, പൊതുവേ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വേഗം ഇഞ്ചി, വെളുത്തുള്ളി അല്ലെങ്കിൽ കുറച്ച് ജീരക വെള്ളം കുടിക്കുക, അങ്ങനെ ചെറിയ ചെറിയ പൊടിക്കൈകൾ കൊണ്ട് വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ വയറിങ്ങനെ വല്ലാതെ വീർത്തിരിക്കുക, ഭക്ഷണം കഴിച്ചില്ലെങ്കിലും വയറ് നിറഞ്ഞ പോലെ ഇരിക്കുക, ഭയങ്കരമായ നെഞ്ചരിച്ചിൽ, ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട്, ഏമ്പക്കം, പുളിച്ച് തകട്ടൽ, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പ്രസൻറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോഴും നമ്മൾ തന്നെ ചികിത്സിക്കാൻ വേണ്ടി നോക്കും. അപ്പോൾ ഒരാഴ്ചയിൽ കൂടുതലായിട്ട് വയറ് വല്ലാതെ വീർക്കുന്നു, ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കാണിക്കുക. അപ്പോൾ എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ കാരണം എന്ന് അറിഞ്ഞാൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ടൈമിലൊന്നും നമ്മൾ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുന്നില്ല എങ്കിൽ ഈ കണ്ടീഷൻ വേഴ്സൺ ചെയ്യുകയും മറ്റ് പല സിവിയർ ആയിട്ടുള്ള ലക്ഷണത്തിലേക്ക് പോകും. അപ്പോൾ സിവിയറായ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ മലത്തിനോടൊപ്പം തന്നെ രക്തം കാണും. മലത്തിനോടൊപ്പം തന്നെ രക്തം കാണുമ്പോൾ അതെല്ലാം ക്യാൻസർ ആവണം എന്നില്ല. മറ്റു പല കണ്ടീഷൻസിലും അങ്ങനെ ഉണ്ടാവും. ഭയങ്കരമായ മലബന്ധമുള്ള ഒരാളാണ്, ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്ത് മലം പുറത്തേക്ക് പുറന്തള്ളാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് അവിടെ ചെറിയ രക്തക്കുഴൽ പൊട്ടിയിട്ട് നമുക്ക് ബ്ലീഡിങ് കാണിക്കാൻ പറ്റും. ഫിഷർ, പൈൽസ് പോലെയുള്ള പ്രശ്നങ്ങൾ, എന്തെങ്കിലും വേറെ ഇൻഫെക്ഷൻസ്, IBS അല്ലെങ്കിൽ അൾസറേറ്റീവ് കൊളൈറ്റിസ് പോലെയുള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും എന്തെങ്കിലും ഫുഡ് ഇൻഫെക്ഷൻസ് വന്നാൽ പോലും സിവിയറായിട്ട് പോവുകയാണെങ്കിൽ മലത്തിൽ രക്തം കാണാം. അപ്പോൾ നമ്മൾ ഈ നീണ്ടു നിൽക്കുകയാണെങ്കിൽ ഈ ഒരു കണ്ടീഷൻസ് കൂടുതലായിട്ട് നിൽക്കുന്ന സമയത്ത് മറ്റ് പല പരിശോധനകളും ചെയ്തിട്ടാണ് നമ്മൾ എന്താണ് കണ്ടീഷൻ എന്ന് ഉറപ്പുവരുത്തുക. ഇനി ഈ ഒരു ബ്ലീഡിങ് ഉണ്ട്, ഈ ഒരു ബ്ലീഡിങ് ഉണ്ടാകുമ്പോൾ നമുക്ക് അധികമായ രക്തം പോകുന്നു. രക്തം പോകുമ്പോൾ നമുക്ക് വിളർച്ച അനുഭവപ്പെടും. വിളർച്ചയുടെ ഭാഗമായിട്ട് ഭയങ്കരമായ ക്ഷീണം, കിതപ്പ്, ഒരു ഉന്മേഷക്കുറവ്, ഇങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ കാണിക്കാറുണ്ട്. ഭക്ഷണം കഴിക്കുന്നത് വളരെയധികം അങ്ങ് കുറയും, കാരണമില്ലാതെ അങ്ങ് ഛർദ്ദിക്കാൻ തുടങ്ങും. ഇങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ നമുക്ക് ചിലപ്പോൾ കണ്ടു എന്ന് വരാം. അപ്പോഴും നമ്മൾ കാര്യമായിട്ട് എടുക്കില്ല. നമ്മുടെ ബോഡി വെയിറ്റ് അങ്ങ് കുറയും. ഒരു 3 മുതൽ 6 മാസം കൊണ്ട് ഭയങ്കരമായിട്ടും നമ്മുടെ ശരീരഭാരം കുറയാം. നമ്മൾ വലിയ വ്യായാമം ഒന്നും ചെയ്യുന്നില്ല, ഭക്ഷണത്തിൽ വലിയ നിയന്ത്രണമൊന്നുമില്ല എങ്കിലും നമ്മുടെ ബോഡി വെയിറ്റ് ഗ്രാജുവലി അങ്ങ് കുറയുകയാണെങ്കിൽ ഇതൊക്കെ ഒരു ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കണ്ടീഷനൊക്കെ ആ ഒരു ടൈമിൽ നമ്മൾ റൂൾ ഔട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ വൻകുടലിലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ഒരു അബ്സോർപ്ഷൻ ഏരിയ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഭക്ഷണം കഴിച്ചാലും കറക്റ്റായിട്ടൊരു അബ്സോർപ്ഷൻ നടക്കാതെ വരികയും അപ്പോൾ അതുമൂലം ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും കാണിക്കാറുണ്ട്. നമ്മളിത് സീരിയസ് ആയിട്ട് എടുത്തില്ലെങ്കിൽ ഇത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് അടുത്തടുത്ത ഗ്രേഡിലോട്ട് കയറി പോകും. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മലാശയ ക്യാൻസർ ഇപ്പോൾ ഇത്ര അധികം കൂടുതലായിട്ട് നിൽക്കുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഭക്ഷണ രീതി ഒരു ഫാക്ടറാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അധികമായിട്ട് എരിവും മസാലകളും ഫാസ്റ്റ് ഫുഡും ഒക്കെ ചേർന്നതാണെങ്കിൽ
നമുക്ക് മലാശയ ക്യാൻസർ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമ്മൾ ഈ ഫാസ്റ്റ് ഫുഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ നാടുകളിലൊക്കെ ഇപ്പോൾ രാത്രി റെസ്റ്റോറൻറ്റ്സ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഈ ഫാസ്റ്റ് ഫുഡിൻ്റെ ആ ഒരു ഏരിയയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ ടെമ്പറേച്ചറിലാണ് അവർ ഫുഡ് കുക്ക് ചെയ്യുന്നത്. ഹൈ ടെമ്പറേച്ചറിൽ നമ്മൾ ഫുഡ് കുക്ക് ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് ഫുഡ് ബേൺ ചെയ്യില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചില കാർസിനോജനിക് ആയിട്ടുള്ള പ്രോപ്പർട്ടി ആയിട്ടുള്ള ചില വസ്തുക്കൾ ഉണ്ടാവുകയും ചില ഹെട്രോസൈക്ലിക് ആയിട്ടുള്ള മീൻസും അതുപോലെ തന്നെ ചില പോളിഹൈഡ്രോ കാർബൺസും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അത് നമുക്കൊരു കാർസിനോജനായിട്ട് ആക്ട് ചെയ്തിട്ട് ക്യാൻസർ ഉണ്ടാവാൻ കാരണമാവുന്നുണ്ട്. ഇനി ഭക്ഷണത്തിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ അധികം കൊഴുപ്പടങ്ങിയിട്ടുള്ള ഭക്ഷണം, റെഡ് മീറ്റ് സ്ഥിരമായിട്ട് കഴിക്കുക. റെഡ് മീറ്റ് എന്ന് പറയുമ്പോൾ പോത്തിറച്ചി, പന്നിയിറച്ചി, താറാവിറച്ചി, ആടിറച്ചി ഇതൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുന്ന ആൾക്കാർ. നാരടങ്ങിയ ഭക്ഷണം തീരെ കഴിക്കില്ല. വൻകുടലിൽ മൂവ്മെൻറ്റ് നടക്കണമെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ പ്രോസസ്സൊക്കെ നടക്കണമെങ്കിൽ ഫൈബർ അത്യാവശ്യമാണ്. നമ്മൾ തീരെ ഫൈബേഴ്സ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നില്ല, കൂടുതലും ഈ ഒരു നോൺ വെജ് ഫുഡൊക്കെയാണ് കഴിക്കുന്നത്. അത് നമുക്കൊരു കാരണമാണ്. ഇനി ഇതല്ലാതെ തന്നെ നമുക്ക് പൊണ്ണത്തടിയുണ്ട്, നമ്മുടെ ശരീരഭാരം കൂടുതലാണ്, നമ്മുടെ പൊക്കത്തിനെ വെച്ച് നോക്കുമ്പോൾ അമിതമായിട്ടുള്ള ബോഡി വെയിറ്റ് ഉണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ചെറിയ ചെറിയ പാരമ്പര്യ ഘടകങ്ങളുണ്ട്. നമുക്ക് നമ്മുടെ പാരമ്പര്യമായിട്ട് നമ്മുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ വീട്ടിൽ ആർക്കെങ്കിലും ഈ ഒരു കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ മറ്റ് പല ക്യാൻസേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് ഈ ഒരു കണ്ടീഷൻ ഉണ്ടാകുമോ എന്ന് അറിയാൻ വേണ്ടി ഇടയ്ക്കൊന്ന് മോണിറ്റർ ചെയ്യുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്കും കോളൻ ക്യാൻസറിനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുന്ന ആൾക്കാരിൽ കോളൻ ക്യാൻസർ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് എന്നാണ് പൊതുവെ പഠനങ്ങളിൽ പറയുന്നത്. ഇനി മറ്റ് പല ഇൻഫെക്ഷൻസും, അതായത് അൾസറേറ്റീവ് കൊളൈറ്റിസ്, കോൺസ് ഡിസീസ്, IBS ഇങ്ങനെ വയറുമായി ബന്ധപ്പെട്ട ചില അസുഖങ്ങൾ തുടർച്ചയായിട്ട് നിൽക്കുന്ന ആൾക്കാർ, ഇനി പോളിപ്പുകൾ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ചെറിയ ചെറിയ പോളിപ്പുകൾ നിൽക്കുകയാണ്. ആ പോളിപ്പുകൾ നമ്മൾ വേണ്ട രീതിയിൽ ട്രീറ്റ് ചെയ്തില്ല അല്ലെങ്കിൽ റിമൂവ് ചെയ്യുന്നില്ലെങ്കിൽ അത് നമുക്ക് ഒരു 10 വർഷം കഴിയുമ്പോഴത്തേക്കും ക്യാൻസർ ആവാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ പോളിപ്പ് റിമൂവ് ചെയ്ത ആൾക്കാരാണെങ്കിൽ നമ്മൾ ഇടയ്ക്കൊന്ന് മോണിറ്റർ ചെയ്യണം, വീണ്ടും അത് വരാൻ ചാൻസ് ഉണ്ടോ അല്ലെങ്കിൽ വീണ്ടും ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് മോണിറ്റർ ചെയ്യണം. പിന്നെ നമ്മൾ എല്ലാ അസുഖത്തിലും പറയുന്ന പോലെ മദ്യപാനവും പുകവലിയും ഒക്കെയുള്ള ആൾക്കാർക്ക് കോളൻ ക്യാൻസർ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. പൊതുവേ കോളൻ ക്യാൻസർ സ്ത്രീകളെ വെച്ച് നോക്കുമ്പോൾ പുരുഷന്മാർക്കാണ് കുറച്ചധികം. പിന്നെ ഒരു പീരീഡ്സ് ഒക്കെ നിന്ന ശേഷം സ്ത്രീകൾക്കും കോളൻ ക്യാൻസറിനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഈ കാരണങ്ങളോടൊപ്പമൊക്കെ പല പഠനങ്ങളും പറയുന്നത് നമ്മൾ ഗാൾ ബ്ലാഡർ അല്ലെങ്കിൽ പിത്തസഞ്ചി റിമൂവ് ചെയ്ത ആൾക്കാർക്ക് കോളൻ ക്യാൻസർ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പം പിത്തസഞ്ചിയിലൊക്കെ കല്ല് ഫോം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പിത്തസഞ്ചി റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കോളൻ ക്യാൻസർ ഉണ്ടാവാനുള്ള ചാൻസ് കുറച്ചുകൂടെ അധികമായിട്ട് നിൽക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന സിംറ്റംസ് ഒക്കെ ഉണ്ട്, ഈ പറയുന്ന ലക്ഷണങ്ങളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കാരണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഒന്ന് മോണിറ്റർ ചെയ്യണം. അപ്പോൾ ആരാണ് കൂടുതലായിട്ട് മോണിറ്റർ ചെയ്യേണ്ടതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു 40 വയസ്സിന് മുകളിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 വർഷം കൂടുമ്പോഴെങ്കിലും കൊളനോസ്കോപ്പി ചെയ്ത് വെക്കുക. കൊളനോസ്കോപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ട്യൂബിൻ്റെ അറ്റത്ത് ഒരു ക്യാമറയൊക്കെ വെച്ച് മലദ്വാരത്തിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ഒരു വൻകുടലിനെ വിഷ്വലൈസ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ നോക്കുന്ന സമയത്ത് എന്തെങ്കിലും പോളിപ്പോ എന്തെങ്കിലും ഗ്രോത്തോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസിലി കണ്ടുപിടിക്കാൻ പറ്റും. ചിലപ്പോൾ ഈ ഒരു ലക്ഷണം എന്ന് പറയുന്നത് കുറച്ച് വർഷം കൂടി കഴിഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിന് മുൻപേ നമ്മൾ ഈ കൊളനോസ്കോപ്പി ചെയ്യുകയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ കൊളനോസ്കോപ്പി ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, അവിടെ എന്തെങ്കിലും ഒരു ഗ്രോത്ത് ആയിട്ട് കാണുകയാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ഒരു ടിഷ്യൂ എടുക്കും, അത് നമ്മൾ ബയോപ്സിക്ക് വിടും. ബയോപ്സിക്ക് വിട്ടിട്ട് നമ്മൾ കണ്ടുപിടിക്കും അത് ക്യാൻസറസ് ഗ്രോത്ത് ആണോ എന്ന്. അപ്പോൾ ക്യാൻസറസ് ഗ്രോത്ത് ആണെന്ന് തിരിച്ചറിയുകയാണെങ്കിൽ പിന്നെ അതിൻ്റെ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സ്റ്റേജ് ചെയ്യാം. ഏത് സ്റ്റേജിലാണ് ഇപ്പോൾ അതിൻ്റെ ഒരു ഗ്രോത്ത് എന്നറിയാം. ഇപ്പം കൂടുതലായിട്ടും CT സ്കാൻ ചെയ്യുന്നത് കോളൻ്റെ ക്യാൻസറേക്കും പിന്നെ MRIക്ക് പോവുകയാണ് പൊതുവേ റെക്ടൽ ക്യാൻസറിൻ്റെ സ്റ്റേജ് കണ്ടുപിടിക്കാൻ. അപ്പോൾ ഈ ഒരു പരിശോധനയാണ് മെയിനായിട്ട് ചെയ്യാറ്. അപ്പം CTയും MRIയും ഈ പറയുന്ന കൊളനോസ്കോപ്പിയും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ നമ്മൾ മലത്തിൽ രക്തത്തിന് കാണുകയാണെങ്കിൽ നമ്മൾ ഒക്കൾട്ട് ബ്ലഡ് നോക്കാറുണ്ട്. അപ്പോൾ അത് ആ ഒരു ബ്ലഡിൻ്റെ പ്രസൻസ് നോക്കുക, അതിലൂടെ നമുക്ക് DNA സ്റ്റഡിയൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെയും ഒരു രീതിയിൽ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു മോണിറ്റർ ചെയ്യുക. എല്ലാ കണ്ടീഷൻസും ഒരു 40 വയസ്സ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഒരു ഫുൾ ബോഡി ചെക്കപ്പ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത്, ഇടയ്ക്കെന്ന് പറയുമ്പോൾ വർഷത്തിലൊരിക്കലെങ്കിലും നമ്മുടെ ഫുൾ ബോഡി ചെക്കപ്പ്. ഇതോടൊപ്പം തന്നെ ഇപ്പം മലത്തിൽ രക്തം കാണുകയാണെങ്കിൽ നമ്മൾ ഒക്കൾട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ DNAയും അതിലൊക്കെ ടെസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെയും പരിശോധനകൾ നടത്താറുണ്ട്. അപ്പോൾ ഈ പറയുന്ന രീതിയിലൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ഡിറ്റക്ഷൻ തന്നെ ഒരു ക്യൂറിന് തുല്യമാണെന്നാണല്ലോ ക്യാൻസറിൽ പറയുക. അപ്പോൾ അത് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഈ പറയുന്ന ലക്ഷണങ്ങളുണ്ടെങ്കിൽ നമ്മൾ വെച്ചുകൊണ്ടിരിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിനൊരു മാനേജ്മെൻറ്റ് സൈഡിലോട്ട് വരുന്ന സമയത്ത് എപ്പോഴും ഒരു ക്യാൻസർ ട്രീറ്റ്മെൻറ്റിലോ അല്ലെങ്കിൽ മറ്റ് പല രോഗങ്ങളും ജീവിതശൈലി രോഗങ്ങളിലൊക്കെ ഒരു പ്രിവെൻഷനാണ് ഏറ്റവും ആദ്യം വേണ്ടത്. അപ്പോൾ പ്രിവെൻഷൻ്റെ കാര്യം വരുമ്പോൾ നമ്മൾ നമ്മുടെ ഭക്ഷണ രീതി ഏറ്റവും ആദ്യം ശ്രദ്ധിക്കണം. നമ്മൾ ആവശ്യമില്ലാതെ ഭക്ഷണം കഴിക്കരുത്. നമ്മുടെ വയറിനനുസരിച്ച് മാത്രം, നമ്മുടെ ജോലിക്ക് വേണ്ടി മാത്രം നമ്മൾ ഭക്ഷണം കഴിക്കുക. അപ്പം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മാക്സിമം ഈ പ്രോസസ്സ് ചെയ്ത ഭക്ഷണങ്ങളും റിഫൈൻ ചെയ്ത ഭക്ഷണങ്ങളും കഴിവതും ഒഴിവാക്കുക.
ഇനി നമുക്ക് മാനേജ്മെൻറ്റ് നോക്കാം. മാനേജ്മെൻറ്റിൽ പ്രൈമറി പ്രിവെൻഷനിലോട്ട് വരുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ അമിതവണ്ണം നമ്മൾ കൺട്രോൾ ചെയ്യുക. നമ്മുടെ ബോഡി വെയിറ്റ് നമ്മുടെ പൊക്കത്തിനനുസരിച്ച് തന്നെ നിയന്ത്രിച്ച് വെക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ ജീവിതശൈലി രോഗങ്ങളും ഇങ്ങനെയുള്ള ക്യാൻസർ ഗ്രോത്തും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പം ആദ്യം അതിനു വേണ്ടി നമ്മൾ ശ്രമിക്കണം. അതിനായിട്ട് നമ്മൾ കൃത്യമായിട്ട് വ്യായാമം ചെയ്യുക. നമ്മൾ ആഴ്ചയിൽ 5 ദിവസമെങ്കിലും നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും തരത്തിലുള്ള വ്യായാമം നിർബന്ധമായിട്ടും ഒരു 1/2 മുതൽ 3/4 മണിക്കൂറെങ്കിലും കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഒരു കേസ് എടുക്കുന്ന സമയത്ത് മാക്സിമം നമ്മൾ ഫാസ്റ്റ് ഫുഡുകൾ ഒഴിവാക്കുക, അല്ലെങ്കിൽ ജങ്ക് ഫുഡുകൾ. നമ്മൾ വല്ലപ്പോഴും കഴിക്കുകയാണെങ്കിൽ അത് കുഴപ്പമില്ല. നമ്മൾ ചില ആൾക്കാരുണ്ട് മിക്കവാറും എല്ലാ ദിവസവും രാത്രിയും ഇങ്ങനെ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ജങ്ക് ഫുഡുകൾ മാത്രം പ്രോസസ്സ് ചെയ്ത ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നവർ. ഇപ്പോൾ റിഫൈൻഡ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങൾ ഇപ്പം നമ്മൾ കഴിക്കുകയാണെങ്കിൽ റെഡ് മീറ്റാണ് കൂടുതലും കഴിക്കുക. ഇപ്പോൾ റെഡ് മീറ്റ് കഴിക്കുമ്പോൾ WHO ഒരു പഠനത്തിൽ പറയുന്നത് കാർസിനോജൻ 2 ആണ്. അതായത് സെക്കൻഡ് ലെവൽ ഓഫ് കാർസിനോജൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഈ പറയലുള്ള റെഡ് മീറ്റ് ആണ്. ഇനി പ്രോസസ്സ് ചെയ്ത മീറ്റ് അത് നമ്മുടെ ഒരു കൾച്ചറിൽ അത് അധികമായിട്ട് ഉപയോഗിക്കുന്നില്ല. പുറം രാജ്യങ്ങളിൽ കുറച്ചും കൂടി അധികമായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് പ്രോസസ്സ് ചെയ്തിട്ടുള്ള മീറ്റ്. അതാണെങ്കിൽ കാർസിനോജൻ 1 ആണ്. ഏറ്റവും ഫസ്റ്റ് ഗ്രേഡിൽ കൊടുത്തിരിക്കുന്നത് ഈ പറയുന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്നവർക്കാണ്. അപ്പം ഇങ്ങനത്തെ ഭക്ഷണങ്ങൾ കഴിക്കുന്ന ആൾക്കാർക്ക് WHO പഠനപ്രകാരം ക്യാൻസർ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ കഴിവതും ഇങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ കുറയ്ക്കുക. പകരം നമ്മുടെ വീട്ടിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കൂടുതലും ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ, ഈ കുടലിലെ ക്യാൻസർ തടയാൻ വേണ്ടി ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കേണ്ടതാണ്. ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ തന്നെ ഉണ്ടാകുന്ന പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും നമുക്ക് ഫ്രഷ് ആയിട്ട് കട്ട് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇപ്പോൾ ഫൈബർ കൂടുതലായിട്ട് നമുക്ക് കിട്ടും. നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുകയാണെങ്കിലും ജ്യൂസാക്കി കഴിക്കുമ്പോൾ ഫൈബേഴ്സൊക്കെ നഷ്ടപ്പെടും. അതിന് പകരം കട്ട് ചെയ്ത് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പച്ചക്കറികളാണെങ്കിലും ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ അത് നല്ലപോലെ കുക്ക് ചെയ്ത് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇലക്കറികളൊക്കെ ധാരാളമായി കഴിക്കുക. നമുക്ക് പൾസസ്, അതായത് ധാന്യങ്ങളൊക്കെ ധാരാളമായി കഴിക്കാം. ഇപ്പം നമ്മൾ വെള്ള അരി ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് മാറ്റിയിട്ട് മാക്സിമം കുത്തരി, അപ്പോൾ അതിൽ നിന്ന് തവിടിൽ അടങ്ങിയിട്ടുള്ള ഫൈബേഴ്സൊക്കെ ഒരുവിധം നമ്മുടെ ശരീരത്തിന് ഗുണങ്ങൾ ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പം റിഫൈൻഡ് ആയിട്ടുള്ള ഇപ്പം വെള്ള അരി ഉപയോഗിക്കുക, അല്ലെങ്കിൽ പഞ്ചസാര ഉപയോഗിക്കുക, മൈദ ഉപയോഗിക്കുക, ഇതൊക്കെ റിഫൈൻഡ് ഫോമാണ്. ഇതൊക്കെ കംപ്ലീറ്റ്ലി ഒഴിവാക്കുക. കൊഴുപ്പിൻ്റെ അളവ് മാക്സിമം കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ളൊരു ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് ഈ കണ്ടീഷൻസൊക്കെ കുറയ്ക്കാൻ പറ്റും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് നമ്മൾ ധാരാളമായി വെള്ളം കുടിക്കുക. നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ടോക്സിൻസോ അല്ലെങ്കിൽ വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വാഷ് ഔട്ട് ചെയ്യാൻ വേണ്ടി ധാരാളമായി വെള്ളം കുടിക്കുക. നമ്മുടെ ശരീരഭാരം കാൽക്കുലേറ്റ് ചെയ്ത് അതിനനുസരിച്ച് തന്നെ വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. പിന്നെ സ്ട്രെസ്സ് കുറയ്ക്കുക. സ്ട്രെസ്സ് കുറയ്ക്കുമ്പോൾ തന്നെ നമ്മുടെ ആമാശയവും നമ്മുടെ തലച്ചോറും ഒക്കെ ആയിട്ട് ഭയങ്കരമായി ഇൻ്റർ കണക്റ്റഡ് ആണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നമ്മുടെ തലച്ചോറിലുണ്ടായാൽ നമ്മുടെ ആമാശയത്തിനെയും ബാധിക്കാറുണ്ട്. ആമാശയത്തിൽ ഇപ്പോൾ ഒരു ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് തലവേദനയായിട്ടും പ്രസൻറ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ സ്ട്രെസ്സ് കുറയ്ക്കുക. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് രാവിലെ എണീറ്റിട്ട് നല്ലപോലെ വെയിലൊക്കെ കൊള്ളുക, ചെറിയൊരു മോർണിംഗ് വാക്കിന് പോവുക, കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഒക്കെ കഴിക്കുക, കൃത്യസമയത്ത് തന്നെ ഫുഡ് കഴിക്കുക. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ലഞ്ചും ഒക്കെ കൃത്യമായ ഒരു ടൈം തന്നെ നോക്കി കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് ഈ പറയുന്ന ഡിസീസ് കണ്ടീഷൻസ് ഒക്കെ ഒഴിവാക്കാൻ പറ്റും. പിന്നെ പൊതുവെ ക്യാൻസറസ് ഗ്രോത്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് omega-3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, അതായത് ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ. ഇപ്പം ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറഞ്ഞാൽ എല്ലാ പഴവർഗ്ഗങ്ങളിലും പച്ചക്കറികളിലും മിതമായ രീതിയിലൊക്കെ ഉണ്ട്. omega-3 ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത് ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അപ്പോൾ ചെറിയ ചെറിയ മത്സ്യങ്ങൾ, നട്ട്സ്, ഒലിവ് ഓയിൽ, ഇതിലൊക്കെ omega-3 ഫാറ്റി ആസിഡ്സ് ഉണ്ട്. വെർജിൻ കോക്കനട്ട് ഓയിൽ, അതായത് ഉരുക്ക് വെളിച്ചെണ്ണ, ഇതിലൊക്കെ omega-3 ഫാറ്റി ആസിഡ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുക. ഇനിയിപ്പോൾ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളിലൊക്കെ ഇപ്പം മഞ്ഞളിലാണെങ്കിൽ കുർക്കുമിൻ എന്ന് പറയുന്ന ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട്. തക്കാളിയിലാണെങ്കിൽ ലൈക്കോപ്പിൻ അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ ഭക്ഷണങ്ങളും നമ്മുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്ത് കഴിക്കുന്നതാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഈ കൊളോറക്ടൽ ക്യാൻസറൊക്കെ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ശരീരം കാണിക്കുന്ന ചെറിയ ചെറിയ ലക്ഷണങ്ങൾ നമ്മൾ വേണ്ടത്ര രീതിയിൽ കൺസിഡർ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു ഗ്രോത്ത് കുറച്ചുകൂടി വലുതാവുന്നത് മാത്രമല്ല ഇത് പൊട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ പൊട്ടിക്കഴിഞ്ഞാൽ അവിടെ ബ്ലീഡിംഗ് ആയിട്ടും അല്ലെങ്കിൽ പെർഫറേഷനായിട്ട് നിൽക്കാം, അല്ലെങ്കിൽ ഇൻറ്റസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷനായിട്ട് കംപ്ലീറ്റ്ലി ഒരു ബ്ലോക്ക് ഉണ്ടാവാനും ഒക്കെ കാരണമാവും. അപ്പോൾ ഈ പറയുന്ന ലക്ഷണങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ തുടക്കത്തിലേ അത് വേണ്ട രീതിയിൽ ശ്രദ്ധിക്കുക. കൃത്യമായ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുത്ത് കൃത്യമായ ട്രീറ്റ്മെൻറ്റ് തന്നെ എടുക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി.